എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 5-ാം തീയതി. നമുക്കെന്താ പറയുക, എല്ലാ ദിവസവും തുടങ്ങുന്നത് തന്നെ വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസുമായിട്ടാണ്. എങ്ങനെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യണം, വ്യായാമത്തിൽ എന്തെല്ലാം കേൾക്കണം എന്നൊക്കെ ഉള്ളൊരു കാറ്റഗറി വെച്ചിട്ടാണ് ഞാൻ ഓരോ ദിവസവും ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൂടാതെ എല്ലാവർക്കും എന്താ പറയുന്നത്, ഞാൻ ശുഭദിനം നേരുന്നു. എൻ്റെ നെക്സ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ കമൻസാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. കാരണം ഞാൻ ചെയ്യുന്ന കണ്ടൻറ്റുകളിൽ ഈ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് യൂസ്ഡ് ഷോറൂം അല്ലെങ്കിൽ യൂസ്ഡ് കാർസ് ആയിട്ടുള്ള കണ്ടൻ്റ് എല്ലാം എനിക്ക് സുപരിചിതമല്ല. ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പഠിക്കുന്നതിനനുസരിച്ചിട്ടാണ് ആസ് എവരി യൂട്യൂബർ എല്ലാവരും തുടങ്ങുന്നത് പോലെ ഞാനൊന്ന് തുടങ്ങി അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഇന്നലെ വന്ന അതേ സെയിം വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഞാനതിൽ ഒരു വണ്ടിയുടെ 1 അല്ലെങ്കിൽ 2 or 3 വണ്ടികളുടെ ഡീറ്റെയിൽസ് മാത്രം, വണ്ടിയുടെ എൻജിൻ റൂം അടക്കം ഞാൻ തുറന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർ, ആ റേഞ്ചിലൊക്കെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരേ. നമുക്കത് ക്ലോസ് ചെയ്യാനൊക്കെ ആയിട്ട് വേണ്ട കാര്യങ്ങളിലോട്ട് നിൽക്കാം. പിന്നെ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കാം. ഫിനാൻസ് റിലേറ്റഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിനാൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല എങ്കിലും പറഞ്ഞോട്ടെ, നമുക്ക് 1,02,900 രൂപയുടെ അടുത്താണ് എമൗണ്ട് വരിക. ഇപ്പോൾ നോർമൽ കേസ് ഒരു 2018 മുകളിലുള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ് ടു ഒരു 3 to 5 years ഒക്കെ കിട്ടും. പക്ഷേ 2012 മോഡൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെന്യൂർ കിട്ടുക ഒരു 20 മാസത്തേക്കായിരിക്കും. അപ്പോൾ ലോൺ എമൗണ്ട് കൂടും. ലോൺ എമൗണ്ട് അല്ല, ലോൺ പ്രീമിയം എമൗണ്ട്, അതായത് നമ്മൾ ഓരോ മാസം അടക്കേണ്ട EMI എമൗണ്ട് കൂടും. അപ്പോൾ 2 ക്രൈറ്റീരിയയിലാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഞാനത് നേരത്തെ തന്നെ പറഞ്ഞെന്നുള്ളൂ. കാരണം ലോ ബഡ്ജറ്റ് വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് ഹൈ ലിമിറ്റിൽ, ഹൈ ടെന്യൂറിൽ ലോൺ ലഭിക്കില്ല. അപ്പോൾ ഇത് കേൾക്കുന്നവരൊന്ന് മനസ്സിലാക്കാം. ഫിനാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഓടിച്ചാടി നമുക്ക് ഇത്ര കിട്ടും അല്ലെങ്കിൽ ഇത്ര ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2012 രജിസ്ട്രേഷൻ വണ്ടിക്കാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 20 മാസമാണ് കിട്ടുള്ളൂ. ഹയർ EMI വരും. അപ്പോൾ നമുക്ക് കേപ്പബിൾ ആവോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ലോൺ എടുക്കുക. ഇനി നമുക്ക് വേണ്ട കാര്യങ്ങളിലോട്ട് തന്നെ കിടക്കാം. ഇനിയിപ്പോൾ വേറെ ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടിട്ടുണ്ട്. നമുക്കിനി ഓരോ വണ്ടികളിലേക്കും പോവാം. ഇവിടെ നിയർലി 20-25ഓളം വണ്ടികളുണ്ട്. അതിൽ ഇൻ ബിറ്റ്വീൻ 1 to 2 lakh ഉണ്ട്, 2 to 3 lakh ഉണ്ട്, അതേപോലെ 4 to 5 lakh, 5 to 6, പിന്നെ 6 to 7, അതേപോലെ 15 lakh, 20 lakh, നിയർലി ബിറ്റ്വീൻ 20 lakh. പിന്നെ ഒരു ഫോർച്യൂണർ ഉണ്ട് 13.5 lakh. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ക്രൈറ്റീരിയയിലാണ് വണ്ടികൾ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് റേഞ്ചിലുള്ള വണ്ടികളാണ് വേണ്ടത് അതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് പരിശ്രമിക്കാം. Okay guys, let's go to the video and we can decide a better purchase and sales deals with us. ഓക്കെ, രണ്ടും ചെയ്യാം. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും വണ്ടി സെല്ല് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം. അതേപോലെ ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുടെ പേര് സജസ്റ്റ് ചെയ്യാം. വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഫേമാണ്. 15 വർഷമായി നമ്മൾ ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ അതിൻ്റേതായ റെപ്യൂട്ടേഷൻ, ക്രെഡിബിലിറ്റി എല്ലാം നിലനിർത്തിക്കൊണ്ട് പോകുന്നൊരു സ്ഥാപനത്തും കൂടിയാണ്. നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ ആയിട്ടല്ല ഞാൻ പറയുന്നത്, ഞാനൊരു സ്ഥാപനത്തിനെയും കൂടി റെപ്രസെൻറ്റ് ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ക്രെഡിബിലിറ്റി വലുതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ പറയുന്ന വണ്ടികളുടെ ക്വാളിറ്റി. അപ്പോൾ ഇനി നേരെ വണ്ടികളുടെ വീഡിയോസിലോട്ട് പോവാം. ഷോറൂം വരുന്നത് ഓസ്കാർ യൂസ്ഡ് കാർസ്. നേരെ ആലുവ പറവൂർ കവല ഭാഗത്തേക്ക് പോകുമ്പോൾ, പറവൂർ കവലയിൽ നിന്ന്, ആലുവയിൽ നിന്ന് ചാലക്കുടി ഭാഗം അങ്കമാലി ഭാഗത്തേക്ക് പോകുമ്പോൾ പറവൂർ കവല സിഗ്നൽ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡായിട്ടാണ് നമ്മുടെ ഷോറൂം വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഹോണ്ടയുടെ CR-V, ഇതൊക്കെ 2010 മോഡലാണ്. ഈ 10 മോഡൽ കിട്ടിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതും ഒരു ലോ കിലോമീറ്റർ ഒക്കെ ഓടിയ വണ്ടി, നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള വണ്ടിയും കാര്യങ്ങളാണ്. പിന്നെ ഫ്രണ്ടിൽ കാണുന്ന റെനോൾട്ട് ക്യാപ്ചർ, അതേപോലെ ഇന്നോവ ക്രിസ്റ്റ, അത് 2021 മോഡലാണ്. പിന്നെ ഫോർച്യൂണർ 2012 4x2 ഓട്ടോമാറ്റിക് ആണ്, ഓട്ടോമാറ്റിക് പെട്രോൾ. ഇതിൽ ക്യാപ്ചർ ഡീസൽ വണ്ടിയാണ്, അതേപോലെ CR-V അത് പെട്രോൾ വണ്ടിയാണ്. അപ്പം നമുക്ക് ക്യാപ്ചറിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് കിടക്കാം. ഞാൻ അതുമായിട്ട് ആണ് ഇന്ന് കൂടുതൽ ആ ഒരു വണ്ടിയുടെ ഒരു ബെനിഫിറ്റും കാര്യങ്ങളും, അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ വന്നേക്കുന്ന ആ ഒരു പെർഫെക്ഷൻ കാര്യങ്ങളുണ്ടല്ലോ ഓരോ വണ്ടിക്കും, അതൊന്ന് പറഞ്ഞ് അതിൻ്റെ വിലഭാഗവും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ക്യാപ്ചറിലാണ്. അപ്പോൾ ക്യാപ്ചറിൻ്റെ ഡീറ്റെയിലിങ്ങിലോട്ട് പോവാം. ഇത് 61,000 നിയർലി ആ ഒരു ഡീറ്റെയിലിങ്. നമ്മുടെ ഡീറ്റെയിലിംഗ് ഞാൻ ഓൾറെഡി കാണിച്ചു തരാം.
കാണാമല്ലോ. 71,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. സെക്കൻഡ് ഓണറാണ്. IDV 5.9597 ഉണ്ട്. അപ്പോൾ ഇതിന് 2 കസ്റ്റമേഴ്സ് വന്ന് ഓൾറെഡി ലോൺ ഇവാലുവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തും ആവട്ടെ, നമുക്ക് എന്താ പറയുക, ആരാണോ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ നിൽക്കുന്നത് വരുന്നത് അവർക്ക് നമ്മൾ വണ്ടി സെല്ല് ചെയ്യുന്നതാണ്. ആരുടെ അടുത്ത് അഡ്വാൻസോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഇപ്പോൾ മേടിച്ചിട്ടില്ല ഈ 5-ാം തീയതി. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. പിന്നെ വണ്ടി എന്തുകൊണ്ടും എന്താ പറയുക, ഫിനിഷിങ്ങിലോ അതായത് വേറെ തട്ടലുകളോ മുട്ടലുകളോ മേജർ ആക്സിഡൻറ്റുകളോ ഒന്നും തന്നെ ഇല്ലാത്ത വണ്ടിയാണ്. നല്ല കണ്ടീഷൻ വണ്ടി. നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കണ്ണാടി പോലത്തെ വണ്ടി എന്നൊക്കെ പറയൂലേ, ആ ഒരു ക്രൈറ്റീരിയയിലുള്ളതാണ്. അപ്പോൾ വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എന്നല്ല, ഞാനതിൻ്റെ വീഡിയോസായിട്ടാണ് ഇടുന്നത്. വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. വണ്ടി ലോക്കാണോ എന്ന് നോക്കട്ടെ. ഇല്ല, ലോക്കല്ല. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും വണ്ടി എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തേക്കണമെന്ന്. രാവിലെ വീഡിയോ എടുക്കുന്നതുകൊണ്ടിട്ടാണ് നല്ല സൺ റിഫ്ലക്ഷൻ നന്നായിട്ടുണ്ട്. വണ്ടിയുടെ ഇൻറ്റീരിയർ അങ്ങനെ കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയും കുറച്ച് സൗകര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ വണ്ടിയുടെ മീറ്റർ കൺസോളിൻ്റെ ഭാഗം, അതേപോലെ സീറ്റിങ്, അതൊക്കെ നല്ല കംഫർട്ട് സോണാണ്. നമ്മളെന്താ പറയുക, ഇരുന്ന് ഓടിക്കാൻ കൂടി വേണം, എന്നാലാണ് ഈ വണ്ടിയുടെ ഒരു കറക്റ്റ് റിതം മനസ്സിലാവുള്ളൂ. ഇപ്പം ഞാൻ ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നെങ്കിൽ ക്യാമറ ബ്ലറായി പോകും. എന്നിരുന്നാലും ഞാൻ ഈ ഭാഗം ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്താൽ. നല്ല കൺസോള് കാര്യങ്ങളൊക്കെ കണ്ടോ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇതാണ്. വണ്ടി വലിയ കാര്യമായിട്ട് ഓടുകയോ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, 2018 മോഡൽ 71,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വലിയ ഓട്ടോ ആയിട്ടില്ല. പിന്നെ നമുക്ക് വരുന്ന ആസ്കിംഗ് പ്രൈസ് 690 അപ്പോൾ നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആയിട്ട് നിങ്ങൾക്ക് വണ്ടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൈസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഞാനിപ്പോൾ പ്രൈസ് ഒന്നും അങ്ങനെ പറഞ്ഞു പോയിന്നുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വണ്ടി അതേപോലെ കാണാൻ പറ്റിയത് എല്ലാവർക്കും പാഷനേറ്റ് ആയിട്ടൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വണ്ടിയുണ്ട്. ആ വണ്ടിയിലേക്കാണ് നേരെ പോകുന്നത്. ഹോണ്ട സിറ്റി 2012 പാഡിൽ ഷിഫ്റ്ററുള്ള മോഡലാണ്. ഈ വണ്ടിയുടെ പാഡിൽ ഷിഫ്റ്റർ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് റേസിംഗ് കാറിലൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റിയറിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ട് വരുന്നൊരു നോബ് വെച്ചിട്ട് ഷിഫ്റ്റിംഗ് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, നമുക്ക് ഒത്തിണങ്ങി കിട്ടിയൊരു വണ്ടിയാണ്. 2012 മോഡലാണെന്നുണ്ടെങ്കിലും 48,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി വളരെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് എടുക്കുന്നവർക്ക് അത് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ വണ്ടിയുടെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഉണ്ടോ, അതൊക്കെ അത് ഫർണിഷ് ആയിട്ടുള്ള അതേപോലെ തന്നെയാണ്. അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നൊരു ടീമിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് നോക്കാം. ഇത് ഇൻറ്റീരിയർ റിവ്യൂ ആണ്. ഞാൻ പറഞ്ഞ പാഡൽ ഷിഫ്റ്റർ കണ്ടായിരുന്നു നിങ്ങൾ, ഇതാണ് പാഡൽ ഷിഫ്റ്റർ. അപ്പോൾ അതേപോലെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഒരു സിറ്റി ലവർ, ഹോണ്ട സിറ്റി ലവർ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ വണ്ടി, പെട്രോൾ ഓട്ടോമാറ്റിക്. മൈലേജൊക്കെ അറൗണ്ട് നമുക്ക് ഒരു 12-13 പ്രതീക്ഷിക്കാൻ പറ്റുക. അപ്പോൾ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഹോണ്ട സിറ്റി ലവേഴ്സ്, അതേപോലെ ഒരു ക്ലാസ് ലുക്ക് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് ഈ ഹോണ്ട സിറ്റി പ്രിഫർ ചെയ്യുന്നതാണ്. ഇതിനൊക്കെ ലോൺ അവൈലബിൾ ആണ്. 2012 മോഡലായതിൻ്റെ പേരിൽ ഫിനാൻസ് കിട്ടും. പക്ഷേ നേരത്തെ പറഞ്ഞ ടെന്യൂറിൻ്റെ കേസ് ഇതിൽ ബാധകമാണ്. അപ്പോൾ അതങ്ങനെ. പിന്നെ തൊട്ടടുത്ത് തന്നെ വേറൊരു വീരം കിടക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഫോർഡ് എക്കോസ്പോർട്ടാണ്. കളറ് കാണുമ്പോഴും മോഡൽ കാണുമ്പോഴും തെറ്റിദ്ധരിക്കരുത്. ആള് ഡീസലല്ല, പെട്രോളാണ്. ആള് ഓടിയിരിക്കുന്ന ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 63,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 63,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. അതേപോലെ തന്നെ ആ ഹോണ്ട സിറ്റിയും സിംഗിൾ ഓണർ വണ്ടിയാണ്. ക്യാപ്ചർ വരുന്നത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഞാനത് എടുത്ത് പറയാൻ വിട്ടുപോയി. സെക്കൻഡ് ഓണറാണ് ക്യാപ്ചർ, സെക്കൻഡ് ഓണറാണ്, മാനുവൽ ട്രാൻസ്മിഷനാണ്. അതേപോലെ സിറ്റി ഓട്ടോ ട്രാൻസ്മിഷനാണ്. പക്ഷേ ഇക്കോസ്പോർട്ട് അത് മാനുവൽ ട്രാൻസ്മിഷനാണ്. 7.25 പ്രൈസിങ് വരുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും എന്താ പറയുക,
ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങൾ ഇടുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു അപ്ഡേറ്റ് നമ്മുടെ ഷോറൂമിൻ്റെ കിട്ടിക്കോട്ടെ എന്നുള്ളൊരു ധാരണവും കൂടിയിട്ടാണ്. ഇത് ഇന്നോവ ക്രിസ്റ്റ. നമുക്ക് 2016 മോഡലാണ്. 15 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 1,70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. വേറെ മേജർ പ്രശ്നങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ പാർക്ക് ആൻഡ് സെല്ല് കാറ്റഗറിയിൽ വന്നേക്കുന്നത്. പിന്നെ സ്വിഫ്റ്റ് ഡിസയർ ഉണ്ട്. ഈ ഡിസയർ 2018 മോഡലാണ്. CNG കിറ്റ് കയറ്റിയേക്കുന്നതാണ്. 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇപ്പോൾ ആരെങ്കിലും ടാക്സി ഓടാൻ താല്പര്യപ്പെടുന്നവരുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മൈലേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇവർക്ക് ഇതിന് ഫിനാൻസ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഫിനാൻസ് കിട്ടും. നമ്മുടെ ശ്രീറാം ഈ ടാക്സി ആക്കുന്ന വണ്ടികൾക്ക് ഇപ്പോൾ ഇത് ഫിനാൻസ് കൊടുക്കുന്നുണ്ട്. അവരാണ് കൂടുതലും കൊടുക്കുന്നത്. അപ്പോൾ 6.5 നമുക്കിവിടെ പ്രൈസ് വന്നേക്കണത്. വാല്യൂറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പാനും അതേപോലെ സിബില് കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വാല്യൂറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 85% അടുത്ത്, ഒരു 5 lakh അതിൻ്റെ അടുത്തൊരു 85% അടുത്ത് നമുക്ക് ലോൺ കിട്ടും. ബാക്കിയിട്ട് നമുക്ക് എടുക്കാം. യൂബർ പോലത്തെ കാറ്റഗറിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല വണ്ടിയാണ്. പിന്നെ നമുക്ക് വരുന്നത് ഫോർച്യൂണർ. ഞാൻ ഫോർച്യൂണറിൻ്റെ ഘടകം ഒന്ന് എടുത്ത് കാണിച്ചേക്കാം. എല്ലാവർക്കും താല്പര്യമുള്ളൊരു മേഖലയാണല്ലോ ഒരു ഹയർ എൻഡ് വണ്ടി. ഇതാണ് നമ്മുടെ ഫോർച്യൂണർ. 4x2 വണ്ടിയാണ്. 4th ഓണറാണ്. പക്ഷേ ഒറിജിനൽ കേരള വണ്ടി. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയേക്കാണ്. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയേക്കാണ്. അത് അത്യാവശ്യം എന്താ പറയുക, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും എന്താ പറയുക, വേറെ ആക്സിഡൻസോ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ ഷോറൂമിൽ വന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. വണ്ടി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസൊക്കെ ഓൾറെഡി അവൈലബിൾ ആണ്. നിയർലി ഒരു 7-8-9 ലാക്കിൻ്റെ അടുത്ത്, 7-8 അല്ലെങ്കിൽ 9 ലാക്കിൻ്റെ അടുത്ത് നമ്മൾ സ്കോറും കാര്യങ്ങളൊക്കെ പക്കയാണെന്നുണ്ടെങ്കിൽ അതിന് ഫിനാൻസ് അവൈലബിൾ ആണ്. പിന്നെ ടെന്യൂറിൻ്റെ കേസ് ഇതിലും ബാധകമാണ്. അത് വേറൊന്നുമല്ല, ഇത് 2012 മോഡലായതുകൊണ്ടാണ്. പിന്നെ ഇവനൊരു ലെജൻഡറി വണ്ടിയാണ്. അബാർത്ത് വളരെ റയറായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. നമ്മുടെ അടുത്ത് വന്നിട്ടേ ഉള്ളൂ ഷോറൂമിൽ. ഇവനൊന്ന് റെഡിയാക്കാനുണ്ട്. റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം എൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ഞാനിടാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ എന്തായാലും ഇടണം, കാരണം അമ്മാരിയുള്ളൊരു ഫിഗറാണിത്. ഓക്കെ, ഇനി നമ്മുടെ താഴത്തെ ബാക്കിയുള്ള വണ്ടികളുടെ ഡീറ്റെയിലിങ്ങിലോട്ട് പോകാം. ഇന്നലെ പറഞ്ഞതിലപ്പുറം തന്നെ എനിക്കൊന്നും പറയാനില്ല. എങ്കിലും വണ്ടികൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളതൊന്ന് കണ്ടിരിക്കാം. അവിടെ കറക്റ്റ് ഉണ്ട്. ഇന്നോവ 2013 1 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടിയുണ്ട്. അതേപോലെ ഇയോണിറ, ബ്ലൂ കളർ വന്ന ഇയോണാണ്. പിന്നെ 2 ആൾട്ടോ ഉണ്ട്. അത് 2012 മോഡൽ. വാഗണർ ഉണ്ട്. അത് 2024 മോഡലാണ്. 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. അതിൻ്റെ പ്രൈസിങ് അറൗണ്ട് 6 സംതിങ് വരും. പിന്നെ വരുന്നത് ഫോർഡിൻ്റെ ഫിഗോ ഉണ്ട്. ടെസ്റ്റ് കഴിഞ്ഞിറക്കുന്ന വണ്ടി. അത് ഒരു 1:30-1:20 ആ റേഞ്ചിലൊക്കെ വരുന്ന വണ്ടിയാണ്. അപ്പോൾ എടുത്ത് ഓടിച്ച് പഠിക്കാൻ ഇതിനൊക്കെ ഉള്ള താല്പര്യമുള്ളവർക്ക് ആ വണ്ടി എടുക്കാം. പിന്നെ വെൻഡോ, എന്താ പറയുക, ഇയോണ്ട ആ കിടക്കുന്ന വൈറ്റ് വണ്ടി, അത് ഇയോണ്ട ഇറ വൈറ്റ് വരുന്നതാണ്. അത് 2.50 അതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഇയോണിറ വരുന്നത് 2.35 ആ കാറ്റഗറിയിലാണ്. പ്രൈസ് എല്ലാം നെഗോഷ്യബിൾ ആണ് കേട്ടോ. നമ്മൾ വണ്ടി നിങ്ങളൊന്ന് വന്ന് ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം അതിൻ്റെ വിലയിലോട്ട് സംസാരിക്കാനാണ് എന്താ പറയുക ഞാൻ പറയുള്ളൂ. കാരണം നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടിട്ട് വണ്ടിയുടെ വില, മാർക്കറ്റ് വില അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കുന്നതും ഒരു വണ്ടി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുന്നതും തമ്മിൽ വളരെ വലിയ ഡിഫറൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് വ്യൂയിലോട്ട് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാനൊന്ന് സൂചിപ്പിച്ചു. അതിൽ 1-2 വണ്ടികളുടെ കറക്റ്റായിട്ട് പറയുകയും ചെയ്തു. അപ്പം ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഷോറൂം വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരു പ്രോഡക്റ്റും വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യണം. ഇവിടെ ചെക്ക് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹോണ്ട സിറ്റി എടുക്കാനാണ് വരുന്നതെന്ന് വിചാരിക്കുക. സിറ്റി ഓടിച്ച് പരിചയമുള്ള ആരെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ ഒരു മെക്കാനിക്കിൻ്റെ എല്ലാ ഗുണങ്ങളും അവരിലും ഉണ്ടാവും. അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ്റെയർലി എന്താണ് ആ വണ്ടിക്കുള്ള അപാകതകളും കാര്യങ്ങളൊക്കെ. അല്ല എന്നുണ്ടെങ്കിൽ ഒരു മെക്കാനിക്കലായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെക്കാനിക്കായിട്ട് വന്നാൽ ആ മെക്കാനിക്കിനെ ചെക്ക് ചെയ്യാൻ പറ്റും എങ്ങനെയാണ് വണ്ടിയുടെ പെർഫോമൻസ് എന്നൊക്കെ. തട്ടോ മുട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ടോയെന്ന് മെക്കാനിക്ക് നല്ല ഭംഗിയായിട്ട് പറഞ്ഞുതരും. അപ്പോൾ വരുമ്പോൾ നേരെ ഒരു മെക്കാനിക്കായിട്ട് വരിക, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക, ഓടിച്ച് നോക്കുക, ചെക്ക് ചെയ്യുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് കാര്യങ്ങളിലേക്ക് എത്തുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ട് ഇനി ഇതിൻ്റെയൊക്കെ നീട്ടം ഞാൻ കുറച്ച് കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുന്നു. ഓരോ വണ്ടികളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെയിലി ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ വണ്ടികൾ ആവശ്യമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഷെയർ ചെയ്യുക. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ആലുവ പറവൂർ കവലയിൽ ഓസ്കാർ യൂസ് കാർന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഡീറ്റെയിൽ കാര്യങ്ങൾ കിട്ടും. അതാണ് പ്രൈം ലൊക്കേഷൻ.
അകശാല ബിൽഡിങ്ങിൻ്റെ അടുത്തും ഫെഡറൽ ബാങ്കിൻ്റെയും ഇടയിലുമായിട്ടാണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഓക്കെ, ഇറ്റ്സ് മീ ഷാഹിദ് സൈനിങ് ഓഫ് ഫ്രം പോക്രാസ്.